ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് സുരക്ഷയൊരുക്കണമെന്ന് സിപിഐ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്ക് സന്തോഷ് കുമാർ എം പി കത്തയച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, നേരത്തെ ഈ പെൺകുട്ടികൾക്ക് ബജ്രംഗ് ദളിന്റെ ഭീഷണിയുണ്ട്, വീട്ടിലടക്കം കയറി ഭീഷണിപ്പെടുത്തുന്നു എന്ന വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണോ ഇപ്പോൾ സുരക്ഷ ആവശ്യപ്പെട്ട് MP കത്തയച്ചിരിക്കുന്നത്? ദിവ്യ, കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ നിലവിൽ സിപിഐയുടെ സംരക്ഷണത്തിലാണ് നാരായൺപൂരിലെ ഒരു ഗ്രാമത്തിൽ ഉള്ളത്. പക്ഷെ അവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരെ ഈ പെൺകുട്ടികൾ പരാതി നൽകുന്നു. പക്ഷേ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ഇവർക്ക് മതിയായ പോലീസ് സുരക്ഷ ഒരുക്കണമെന്നതാണ് സിപിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സിപിഐ രാജ്യസഭാ അംഗമായ സന്തോഷ് കുമാർ എം പി കത്തയച്ചിരിക്കുകയാണ്. കൃത്യമായി ഇവർക്ക് സുരക്ഷ ഒരുക്കണം. അതുപോലെ തന്നെ ഈ കുറ്റക്കാർക്ക്, ഈ ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന് കൂടി സിപിഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടികൾ പരാതി നൽകിയിരുന്നെങ്കിലും ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ പരിധിയിലല്ല ഈ സംഭവം നടന്നതെന്നായിരുന്നു നാരായൺപൂർ പോലീസ് ചൂണ്ടിക്കാണിച്ചത്. പിന്നാലെ കഴിഞ്ഞ ദിവസം ഓച്ര പോലീസ് സ്റ്റേഷനിൽ കൂടി ഇപ്പോൾ ഈ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ സംഭവം നടന്ന ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി ഒരു പരാതി നൽകാൻ തയ്യാറാകാത്തത്. ഇത്തരത്തിൽ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ അടക്കം പരാമർശങ്ങൾ നമ്മൾ കേട്ടതാണ്. അവരെ ഇത്തരത്തിൽ വീണ്ടും മർദ്ദിക്കും അടക്കമുള്ള ഭീഷണികൾ ബജ്രംഗ് ദൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്ന് സിപിഐ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സിപിഐ രാജ്യസഭാ അംഗം കത്തയച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് ഉണ്ടാകണമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. ഇതുകൂടാതെ തന്നെ ഈ കേസ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉടൻ തന്നെ സർക്കാർ നടത്തണമെന്ന് കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കാണ് സന്തോഷ് കുമാർ MP കത്തയച്ചിരിക്കുന്നത്.